എന്റെ പേര് പോലും നിങ്ങൾ പറയൂല. പിന്നെ എനിക്ക് ഒറ്റ പേരുള്ളൂ. എന്താ എന്റെ പേര്? മയ്യത്ത്. അപ്പോഴും എന്റെ കണ്ണ് ഇങ്ങനെ തന്നെ ഉണ്ട്, എന്റെ മൂക്ക് ഇങ്ങനെ തന്നെ ഉണ്ട്, എന്റെ വായ ഇങ്ങനെ തന്നെ ഉണ്ട്, എന്റെ ശരീരത്തിൽ എന്തുണ്ട്, എല്ലാ കാര്യങ്ങളും കാണുന്ന ഭാഗങ്ങളെല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷെ എന്റെ ഉള്ളിൽ നിന്ന് റൂഹ് എന്ന് പറഞ്ഞൊരു സാധനം എന്ത് ചെയ്ത് ഇറങ്ങിപ്പോയി. ആ റൂഹ് പോണോട് കൂടിയിട്ട് തന്നെ എന്റെ പേരും എന്ത് ചെയ്ത് പോയി, ഞാനെന്ന് പറഞ്ഞ ആളും പോയി. പിന്നെ ഇത് വെറും കൂടാന്ന് വളരെ നന്നായിട്ട് നമുക്കറിയാം. ഈ അറിയണ ഘട്ടം അത് നമ്മൾ കാണുന്ന ഒരു ഭാഗം. പക്ഷെ നമ്മളെ മനസ്സിൽ ഒരിക്കലും നമ്മളത് കണ്ടാൽ പോലും, ഒരു മരിച്ച വീട്ടിൽ നമ്മൾ പോയാൽ പോലും നമുക്ക് ആ മരിച്ച അവസ്ഥ ആലോചിച്ചിട്ട് സങ്കടപ്പെടാൻ എന്തില്ല, നമ്മളെ കൊണ്ട് പറ്റണില്ല. നിങ്ങൾ പറയും, നമ്മളെ അടുത്ത ബന്ധുക്കൾ മരിച്ചപ്പോ കരഞ്ഞ ആൾക്കാരല്ലേ? പാപ്പ മരിച്ചപ്പോ കരഞ്ഞൊരു ഇതിലുണ്ടാവും, അനിയൻ മരിച്ചപ്പോ കരഞ്ഞൊരു ഇതിലുണ്ടാവും. നമ്മൾ കരഞ്ഞപ്പോ നമ്മളെ മനസ്സിലേക്ക് വന്ന കാര്യം എന്താ? നമ്മളെ വാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് ചെയ്തു കൂട്ടിയ ചെയ്തു തന്ന കാര്യങ്ങൾ ഓർത്തിട്ടാവും നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ടാവുക, കരഞ്ഞിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അത് ചെയ്യാനെന്ന് ഇനി ഇന്റെ വാപ്പ ഇന്റെ കൂടെ ഇല്ലല്ലോ എന്നുള്ളതിന്റെ പേരിലാവും നമ്മൾ കരഞ്ഞിട്ടുണ്ടാവുക. എന്തിന്റെ പേരില്? ഇന്റെ കൂടെ ഇന്റെ ബാപ്പ ഇല്ലല്ലോ എന്നുള്ള പേരില്. ഇന്റെ ബാപ്പാന്റെ കബറില് ഇന്റെ ബാപ്പാന്റെ അവസ്ഥ എന്താന്ന് ആലോചിച്ച് കരഞ്ഞ എത്ര ആൾക്കാരുണ്ടാവും ഇതിന്റെ കൂട്ടത്തില്? എത്ര മക്കൾക്ക് കരയാൻ പറ്റും അങ്ങനെ? പടച്ചോനെ, ഇന്റെ ബാപ്പാനത കബറിൽ വെച്ച് ഞാനിങ്ങനെ നടന്നു പോരാണല്ലോ. ഇന്റെ ബാപ്പ തനിച്ചാണല്ലോ, ഞാൻ തനിച്ചാന്ന് വിചാരിച്ചല്ല കരയേണ്ടത്. ഇന്റെ ബാപ്പ തനിച്ചാണല്ലോ, ഇന്റെ ബാപ്പാന്റെ കബറിലെ അവസ്ഥ എന്താ? അല്ലെങ്കിൽ എന്റെ ഒറ്റ സ്നേഹിതനായിരുന്നല്ലോ എന്റെ കൂടെ ഉണ്ടായിരുന്നേ, ഇവൻ ഇഞ്ഞുണ്ടാവാൻ പോണ അവസ്ഥ എന്താന്ന് ആലോചിച്ചിട്ട് കണ്ണിന്ന് 2 തുള്ളി കണ്ണീര് വന്നിട്ട് അല്ലെങ്കിൽ വരുന്ന എത്ര ആൾക്കാരുണ്ടാവും? ഞാൻ പറയണത് ഇന്നോടാണ്, ഇന്റെ ഹൃദയത്തിനോടാണ്. കാരണം എന്റെ വായന്റെ ഏറ്റവും അടുത്തുള്ളത് എന്റെ ഹൃദയമാണ്. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇത് എന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഹൃദയത്തിലേക്ക് വരുന്നില്ലെങ്കിൽ അതിന് കാരണം എന്താ? നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മളെ ഹൃദയത്തേക്ക് ആദ്യം ഈ ചിന്ത ചെയ്തിട്ടില്ല, ഇന്നെ പറ്റി വന്നിട്ടില്ല. ഞാനിവിടുന്ന് പോവാനുള്ളതാണെന്ന്, അല്ലെങ്കിൽ എനിക്ക് ഇവിടുന്ന് തിരിച്ചു പോവാനുള്ളതാണ്. ഒരു മയ്യത്തിന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോ അല്ലെങ്കിൽ ജനാസയിൽ പങ്കെടുക്കുമ്പോ നമ്മളെ മനസ്സിൽ എന്ത് വരണം? ഈ കിടക്കുന്നതിന് പകരം ആര് കിടക്കാനുള്ളതാണ്? ഒരു ദിവസം ഞാൻ കിടക്കാനുള്ളതാണ്. അവന്റെ ഉമ്മ കരയുന്ന സ്ഥാനത്ത് നിന്നിട്ട് ആരുടെ ഉമ്മ കരയും? ഇന്റെ ഉമ്മ കരയാൻ പോകാനുള്ളതാണ്, അല്ലെങ്കിൽ ഇന്റെ വേണ്ടപ്പെട്ട ഒരു കരയാൻ പോകാനുള്ളതാണ്. ഈ ചിന്ത വരണ്ടോടത്ത് നമുക്ക് മുഴുവൻ സങ്കടം എന്തിന്റെ പേരിലേക്ക് വരും? ചിലപ്പോ ആ വീട്ടിലുള്ള ബാക്കിയുള്ളവരുടെ കാര്യം ആലോചിച്ചിട്ടേക്ക് വരും അല്ലെ? ആ വീട്ടിലുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നത് ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ ഓലൊരു അത്താണി, ഓൽക്കൊരു വേണ്ടപ്പെട്ട ആള് അത് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ നമ്മൾ വലിയ ഫിക്കറോ ചേർന്ന് അടുത്തേക്കിരുന്നു, വലിയ ടെൻഷനാവും നമ്മൾ. ഇത് എന്തുകൊണ്ടാ? നമ്മളെ ഹൃദയത്തിലേക്ക് ഇത് ഇറങ്ങിയിട്ടില്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാല്, ഈ മനുഷ്യൻ എന്താ പറയാ, ഒരു പോത്തിനെ വെട്ടി മുറിച്ച് പിന്നെന്താ പറയാ പീസ് ആക്കിയാലും കിട്ടില്ല എന്താ? കുറച്ച് രോമം, കുറച്ച് ഇറച്ചി, കുറച്ച് എല്ല്, പിന്നെ കുറച്ചുകൂടി വൃത്തിയായി പറഞ്ഞാൽ കരല്, ലിവർ, ഇതൊക്കെ കിട്ടും. ഒരു മനുഷ്യനെ വെട്ടി പീസാക്കിയാലും എന്തെന്നെ കിട്ടല്? അള്ളാഹ് ചോദിക്കാണ് ഖുർആനില്, നിങ്ങളിങ്ങനെ വിചാരിച്ചോ നിങ്ങൾ ഇവിടെ ജനിച്ച് ഇങ്ങനെ എന്താ പറയാ ജീവിച്ച് ആസ്വദിച്ച് മരിച്ചു പോവാനുള്ളതാണ് നിങ്ങൾ കരുതലുണ്ടോന്ന്? നിങ്ങൾ എന്തിനാ ഭൂമിക്ക് അയച്ചത്? നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം എന്ന് വേറൊരു സ്ഥലത്ത് പറയണം, മനുഷ്യൻ ദുർബലനാന്ന് വേറൊരു സ്ഥലത്ത് പറയണം. ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചാൽ ദുർബലനായ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു തആല ബഹുമാനിച്ചതിന്റെ പേരിൽ ബഹുമാനനായ സൃഷ്ടിയായി മാറിയതാണ് മനുഷ്യൻ. എന്നിട്ട് ആ മനുഷ്യൻ എന്തിനാണ് വന്നത്, എന്താണോ അവന്റെ ജീവിതത്തിലെ ലക്ഷ്യം, ഓനെവിടെയും ചിന്തിക്കാൻ വേണ്ടി ഒരു സമയം അവൻ കണ്ടെത്തുന്നില്ല. ഓന്റെ ഹൃദയത്തിലേക്ക് ആ ചിന്ത ഇറങ്ങാൻ ഒരു സമയം ഓന്റെ ഹൃദയത്തിൽ എന്താ പറയാ അള്ളാഹിനെ കുറിച്ചുള്ള ഒരു ചിന്ത, അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു സമയം, അള്ളാഹിനെ കുറിച്ച് പറയാനുള്ള ഒരു സമയം അവന്റെ ഹൃദയത്തിൽ ഇറങ്ങാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം അവന്റെ ഭാഗത്തു നിന്നില്ലെങ്കിൽ ഇനി ആരാധി ചെയ്യാം? ആരാധി നമ്മൾ ഹൃദയത്തിലേക്ക് കൊടുന്നേരാ? ക്യാപ്സൂൾ ആക്കിക്കാണ്ട് ഗുളികയായിട്ട് 3 നേരം കുടിക്കാൻ പറ്റുമോ? എന്തായാലും ഒന്നുറപ്പാണ്, നമ്മള് മരിക്കും എന്നുള്ളത് എല്ലാവരും ഉറപ്പിക്കും. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മളെ മനസ്സിലൊരു ഉറപ്പറിയാതെ പെട്ടുപോയിട്ടുണ്ട്, അത് ഇപ്പോഴൊന്നും അല്ലാന്ന് അല്ലേ? മരിക്കുന്ന ഏതുപോലെ നമ്മൾ വിശ്വസിച്ചു പോയോ അങ്ങനെ തന്നെ നമുക്കൊരു ഉറപ്പ് അതിന്റെ കൂടെ ഉണ്ട്. അത് ഇപ്പോഴൊന്നും അല്ല. എനിക്ക് ഇനി എന്തുണ്ട്, കുറെ സമയമുണ്ട്. കാരണം ഇന്നകാടി വയസ്സായ എത്ര ആൾക്കാരുണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കണ്? ഇന്നകാടി എത്രങ്ങാനും പ്രായമുള്ള, അല്ലെങ്കിൽ ഇന്റെ ഇപ്പുണ്ട്, വല്യപ്പുണ്ട്, ഇനിയിപ്പോ വല്യപ്പാന്റെ അതിനെക്കാടി വയസ്സുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഓലൊക്കെ പോയിട്ട് അങ്ങനെ നമുക്ക് സമാധാനത്തിൽ എന്ത് ചെയ്യാം, ക്യൂലാണുള്ളത് അല്ലെ? പക്ഷെ ദുന്യാവുക്ക് വരാനുള്ളൊരു തെർത്തീപ്പ് വെച്ചിക്കണ്. ആദ്യം വല്യപ്പ വരും, പിന്നെ ഉപ്പ വരും, പിന്നെ നമ്മൾ വരും, നമ്മളെ മക്കൾ വരും. തിരിച്ചു പോവാൻ അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ ഒരു തെർത്തീപ്പ് എന്ത് ചെയ്തിട്ടില്ല, വെച്ചിട്ടില്ല. ആരാദ്യം പോവും ആരവസാനം പോകുമെന്ന് അള്ളാഹ്ക്ക് മാത്രം അറിയുള്ളൂ. അത് ഇപ്പോഴാവാ, അടുത്ത സെക്കൻഡിലാവാ.
പറയുന്നുണ്ട് ഒരു ചീത്ത മനുഷ്യന്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അസ്രായേൽ അലൈഹി ഇസ്ലാം വരുന്ന രൂപത്തിനെ പറ്റി പറയുന്നുണ്ട്. ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കാണണമെന്ന് ആഗ്രഹിച്ചത്ര അസ്രായേൽ അലൈഹി ഇസ്ലാം എങ്ങനെ മോശപ്പെട്ട ഒരാളെ റൂഹിനെ പിന്നെ പിടിക്കാൻ വേണ്ടി വരും എന്നുള്ളത്. അങ്ങനെ അള്ളാന്റെ അനുവാദപ്രകാരം അസ്രായേൽ അലൈഹി ഇസ്ലാം ഇബ്രാഹിം അലൈഹി ഇസ്ലാമോട് പറഞ്ഞു താഴേക്ക് നോക്കാന്, എന്നിട്ട് മുകളിലേക്ക് നോക്കാൻ വേണ്ടി പറഞ്ഞു. ആ രൂപം കാണിച്ചു തരാന്ന്. അസ്രായേൽ അലൈഹി ഇസ്ലാമിന് അങ്ങനെ ആ രൂപത്തിൽ ഒറ്റ പ്രാവശ്യം നോക്കിയോട് കൂടിയിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ബോധം കെട്ട് വീണു. എന്നിട്ട് എണീറ്റ് നിന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്യാണ്, പടച്ചോനെ, ഒരു ചീത്ത മനുഷ്യന് ദുന്യാവിൽ എന്നെ ധിക്കരിച്ച് നടന്നതിന്റെ പേരിൽ, അന്റെ കൽപ്പനകളെ തെറ്റിച്ചതിന്റെ പേരിൽ ഈ ഒരു ശിക്ഷ കൊടുക്കണമെന്ന് വിചാരിച്ചാല് അത് ഈ രൂപത്തിൽ അസ്രായേൽ അലൈഹി ഇസ്ലാമിനെ പറഞ്ഞേക്കണത് മാത്രം മതി അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. ഇനി അതിന്റെ അപ്പുറത്തേക്ക് എന്തില്ല, ഒരു ശിക്ഷ കൊടുത്തോളന്നില്ല. അത്രയും പേടിപ്പെടുത്തുന്ന രൂപം ആ രൂപത്തിൽ വരും. അതിന്റെ കൂടെ ഒരുപാട് മലക്കുകൾ ഉണ്ടാവും. അപ്പോ ചീത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു മനുഷ്യൻ, അള്ളാഹിന്റെ കൽപ്പനകളെ ധിക്കരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാത്തൊരു മനുഷ്യൻ, അവന് ഏറ്റവും ഇഷ്ടം എന്തിനോടാണ്? ദുന്യാവിനോടാണ്. ഇവിടുന്ന് പോവാൻ ഒരു താല്പര്യമില്ല. ദുന്യാവ് മുഅ്മിന് എന്താണ്? മുഅ്മിന് എന്താണ് ദുന്യാവ്? ജയിലാണ്. കാഫിറിന് എന്താണ്? സ്വർഗാണ്. എത്ര ആൾക്ക് ഇപ്പൊ ഇത് ജയിലായി തോന്നുന്നുണ്ട്? എനിക്കിത് ജയിലായി തോന്നണില്ലെങ്കിൽ ഞാൻ ആരായിട്ടില്ല? മുഅ്മിനായിട്ടില്ല. മുനാഫിക്കിന്റെ ഗുണം പറയുന്ന, മുനാഫിക്കിന്റെ ലക്ഷണം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ഹദീസിന്റെ ആശയത്തിൽ വരുന്നുണ്ട്, മുനാഫിക്ക് അല്പസമയം മാത്രം അള്ളാഹനെ ആലോചിക്കുള്ളൂ. നരകത്തിലെ ഏറ്റവും അടിത്തട്ടിൽ ശിക്ഷ മുനാഫിക്കിനാണ്. സത്യം അറിഞ്ഞിട്ടും നിഷേധിക്കുന്ന ആൾ. അല്പസമയം എന്താ ആലോചിക്കുള്ളൂ? അള്ളാഹിനെ കുറിച്ച് ആലോചിക്കുള്ളൂ. നിങ്ങൾ ആലോചിച്ചാൽ മതി ആരായി അല്പസമയം ആലോചിക്കുന്ന ആൾക്കാരെന്ന്. ഞാനാവില്ല എന്തായാലും അല്ലെ. ഞാൻ എല്ലാ സമയത്തും എന്ത് ചെയ്യലുണ്ട്? എല്ലാ സമയത്തും അള്ളാഹിനെ ആലോചിക്കലുണ്ട് ഞാൻ, അല്ലേ? അപ്പൊ ഇതെനിക്ക് ജയിലായി തോന്നിയിട്ടില്ലെങ്കിൽ ഞാൻ ആരല്ല? മൂമിനല്ല. നമുക്കിത് ജയിലാവണ എപ്പോഴാ? ഒന്നേ കയ്യില് പൈസ ഇല്ലാതാവുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയാ കുറച്ച് സുഖമില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒഴിവ് സമയം ഇല്ലെങ്കിൽ. അങ്ങനെ ദുന്യാവിന്റെ അടിപൊളിയിൽ നമുക്ക് പറ്റാത്ത എന്ത് വന്നാലും നമുക്ക് ദുന്യാവ് എന്താണ്? ജയിലാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താണ്? ഇന്നത്തെ ദിവസം പോയതാണ്ട് അറിഞ്ഞില്ല, രാവിലെ ആണ്ട് കൂടിയതാണ്, എന്തൊരു രസേന്ന് അല്ലേ? ജയിലിൽ അങ്ങനെയാണല്ലേ, ഒരു ദിവസം ഒന്നും കഴിഞ്ഞോണ്ടൊന്നും എന്ത് ചെയ്യില്ല അറിയില്ല, അവർക്ക് ഭയങ്കര രസമാണ് അല്ലേ? അങ്ങനല്ലേ ഈ ജയിലെന്ന് പറഞ്ഞാല്? അങ്ങനല്ലേ നമ്മൾ പറയല്? ഇനിയിപ്പോ എന്തുണ്ട്? ഇനി വേൾഡ് കപ്പ് വരുന്നുണ്ട്, ഇനി ഒരു മാസത്തിന് എന്തില്ല, വേറെ പരിപാടി ഇല്ല, അടിപൊളി ഭയങ്കര രസം, ചർച്ച, രസങ്ങള്. ഒരു മാസാണ്ട് കഴിയണ എന്തില്ല അറിയില്ല. 4 കൊല്ലം കഴിഞ്ഞിട്ട് വേൾഡ് കപ്പ് വരുമ്പോൾ ഇന്നലെ കഴിഞ്ഞ മാതിരിയാ തോന്നുന്നില്ലേ? അങ്ങ് ഓർമ്മ നമ്മൾ അന്ന് അവിടെ ഇരുന്ന് കണ്ടോക്കെ. ജയിലാണല്ലേ ദുന്യാവ്? ആണോ അല്ലേ? തോന്നുന്നുണ്ടോ നമുക്ക് എവിടെയെങ്കിലും? തോന്നുന്നില്ലെങ്കിൽ നമ്മൾ എവിടെയാ നിൽക്കുന്നത്? ഏത് സ്റ്റേജിലാണ് ഞാൻ നിൽക്കുന്നത്? ഞാൻ അപ്പൊ എന്തായിട്ടില്ല? ഞാൻ മുഅ്മിനായിട്ടില്ല. നമ്മളെ കുറിച്ചാണ് ഫിക്കർ വെക്കേണ്ടത്. ഇന്നെ കുറിച്ച് മാത്രം ഞാൻ ചിന്തിച്ചാൽ മതി, അത് മാത്രം മതി. ബാക്കിയെല്ലാം എന്ത് ചെയ്തോളും? നടന്നോളൂ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പേടിക്കണം. കാരണം ഞാന് ഇനി ഈ പറഞ്ഞ പോലെ ഇതേപോലെ മലക്കുകൾ നമ്മളെടുത്ത് വരും. ഏത് രൂപത്തിൽ വരണമെന്ന് തീരുമാനിക്കാനുള്ള പരീക്ഷ ഹാളിൽ സ്റ്റാർട്ട് ചെയ്തിക്കണ്. അത് നടന്നു തുടങ്ങി. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാ നമ്മള്. അങ്ങനെ ഈ ദുന്യാവ് സ്വർഗാണെന്ന് തോന്നണേ അല്ലെങ്കിൽ ജയിലാന്ന് തോന്നാത്ത ആൾക്കാർക്ക് ഈ ദുന്യാവെന്ന് പോവാന് ഒരു ഇഷ്ടമുണ്ടാവില്ല. ഓല റൂഹ് എന്ത് ചെയ്യും? ഓല ശരീരത്തിൽ അള്ളി പിടിച്ചിരിക്കും. അത് ഭയങ്കര ശക്തിയോടെ പിന്നെ മലക്ക് അസ്രായേൽ അലൈഹി ഇസ്ലാം എന്ത് ചെയ്യും? വലിച്ചെടുക്കും ശരീരത്തിൽ നിന്ന്. ഭയങ്കര വേദന. എന്നിട്ട് എന്ത് ചെയ്യും? അത് ഏറ്റെടുക്കാൻ വേണ്ടി ഒരു മലക്കും തയ്യാറാവില്ല. എല്ലാവരും എന്തു പറയും? ഒഴിഞ്ഞു മാറി നിൽക്കും. കാരണം ഇത് ആർക്ക് ഇഷ്ടപ്പെടാത്ത ആളാ? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ആളാണ്. അവസാനം ഒരു മലക്ക് വരും. ആ മലക്കിന്റെ കയ്യിൽ ഒരു പൊതുപ്പുണ്ടാവും, ദുർഗന്ധം വമിക്കുന്ന ഒരു പൊതുപ്പ്. ആ പൊതുപ്പെങ്ങാനും ദുന്യാവിലേക്ക് ഒരു പ്രാവശ്യം കാണിച്ചാല് ഖിയാമത്ത് നാൾ വരെ എന്ത് ചെയ്യൂല? ദുന്യാവുന്ന അതിന്റെ ദുർഗന്ധം പോവില്ല. ആ പൊതുപ്പിൽ ഈ റൂഹിനെ വെക്കപ്പെടും. എന്നിട്ട് ആകാശത്തേക്ക് കൊണ്ടുപോകുമ്പോ എല്ലാ വാതിലുകളും അടിയും. എന്നിട്ട് എല്ലാ വാതിലുകളും അടഞ്ഞിട്ട് എന്ത് പറയും? ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത റൂഹാണ്, ഇന്നിലൂടെ കൊണ്ടോണ്ടെന്ന് പറയും. അപ്പൊ അള്ളാഹ് പറയും, ഓൻ എന്ത് ചെയ്യ്? ഖബറിലേക്ക് ഇട്. എന്നിട്ട് ഓന്റെ ശിക്ഷ എന്ത് ചെയ്യും? ഖിയാമത്ത് നാൾ വരെ തുടങ്ങ്. നരകത്തുനിന്ന് ഒരു വാതിൽ അവിടേക്ക് തുറക്ക്. അങ്ങനെ എന്ത് ചെയ്യും? ഖബറിൽ ആ ശിക്ഷ ആരംഭിക്കും ആ റൂഹിനുള്ള. ഇന്ന് ഇനി ഒരു നല്ല മനുഷ്യന്റെ റൂഹാണെങ്കിലോ, ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറി ദുന്യാവ് ഒരു ജയിലായോൻക്ക്, അള്ളാഹ് ഹൃദയത്തിലുണ്ടെങ്കിൽ ശമ്പളത്തിനെ പേടിക്കണ്ട, ജോലിനെ പേടിക്കണ്ട, കച്ചവടത്തിനെ പേടിക്കണ്ട, പിന്നെ എന്തിനും കൂടി പേടിക്കണ്ട? മരണത്തിനും കൂടി പേടിക്കണ്ട അല്ലെ?
കാരണം ഞാൻ കാത്തിരുന്ന ദിവസം വന്നു, ജയിലിൽ നിന്നുള്ള മോചനം വന്നു. അല്ലെ? അങ്ങനെ തന്നെ അല്ലേ? ജയിലിൽ നിന്ന് ഇന്റെ റിലീസ് വന്നു, ഞാൻ പുറത്തേക്ക്